നമസ്കാരം, എല്ലാവരെയും ഹ്യൂമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചാപ്റ്ററുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. നമുക്ക് +1 +2 എക്സാം നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സാമിന് പോകുമ്പോൾ കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, എക്സാമിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ അതാത് ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ടൂൾസ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൽ ഒന്നാമത്തത് ഹോൾ ടിക്കറ്റ് ആണ്. ഹോൾ ടിക്കറ്റ് ഇല്ലാതെ നമ്മൾ എക്സാം എഴുതാനേ സമ്മതിക്കില്ല. ഹോൾ ടിക്കറ്റ് നമ്മൾ എന്നും നമ്മളെ ബാഗിൽ ഉണ്ടാവണം. എന്നും ഒരേ ബാഗ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി എന്നും ഒരേ ബാഗ് ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ബാഗ് കീറങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ, നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ടത് ബാഗിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ആണ്. ഹോൾ ടിക്കറ്റ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും എക്സാമിന് പോവരുത്. ഒന്നാമതായിട്ട് പറയാനുള്ളത് നിങ്ങളാണ്, ഹോൾ ടിക്കറ്റ് ഇല്ലാതെ എക്സാമിന് പോകാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത് പേനയാണ്. പേന എടുക്കുക. അതുപോലെ തന്നെ അക്കൗണ്ടൻസി, എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റുകൾക്കൊക്കെ കാൽക്കുലേറ്റർ ആവശ്യമായിട്ട് വരും. ജോമെട്രി ആവശ്യമായിട്ട് വരുന്ന സബ്ജക്റ്റുകളുണ്ട്. സ്റ്റാറ്റിക്സിനൊക്കെ ജോമെട്രി വേണ്ടി വരും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നതെന്ന് ഉപയോഗപ്പെടുത്തുക. എക്സാം ഹാളിൽ പോയിട്ട് ഒരാളിൽ നിന്ന് അവൻ തരുമോ, ഇതൊന്നും തരുമോ, മറ്റൊരാളെ ആശ്രയിക്കാതെ ഒക്കെ സ്വന്തം കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്കെയിലൊക്കെ സ്വന്തമായിട്ട് കൊണ്ടുപോകുക. 10 രൂപ കൊടുത്താൽ സ്കെയിൽ കിട്ടും. അതൊക്കെ സ്വന്തമായിട്ട് തന്നെ മേടിക്കുക. നമ്മുടെ സ്കെയിലും ഇല്ലെങ്കിൽ ഒരു പെൻസിലിനൊക്കെ വേണ്ടിയിട്ട് ഹൈ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് എക്സാമിന് വന്നു നിൽക്കുന്ന ആ ടീച്ചർക്ക് അത് വല്ലാത്തൊരു പ്രശ്നമാണത്. ആ ടീച്ചറോട് കാണിക്കുന്ന ഒരു അപമര്യാദയാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നേരത്തെ ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ റംസാൻ കൂടിയാണ്, നല്ല ചൂടാണ്. നമ്മൾ നേരത്തെ ഇറങ്ങാതെ ബസ്സൊക്കെ വൈകി, അല്ലെങ്കിൽ ഒരു ബസ് അങ്ങ് മിസ്സായി, പിന്നെ അടുത്ത ബസ്സിൽ നമ്മൾ എത്തുമ്പോഴേക്കും നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടേണ്ടി വരും എക്സാം ഹാളിലേക്ക്. അങ്ങനെ ഓടുമ്പോഴേ നമ്മൾ ആകെ തളരും. എക്സാമുകളിലേക്ക് എത്തുമ്പോഴേ നമ്മൾ കുഴങ്ങി ആകെ എന്താ പറയുക, ടയർഡായിട്ട് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ എക്സാം ഉള്ള ദിവസം എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡിക്ക് വലിയ സ്ട്രെയിൻ കൊടുക്കാതെ വളരെ സ്ലോലി സാവധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അഥവാ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായ എനർജി വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഇറങ്ങുക. അതുപോലെ ഇനി സ്കൂളിലെത്തിയ സമയം ഉണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് അറിയിക്കാനുള്ളത്, ഈ വർഷം എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു കോപ്പിയും ഉണ്ടാവാൻ പാടില്ല. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ തുണ്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ തന്നെ പറയണത്, തുണ്ടുണ്ടാവാൻ പാടില്ല. കാരണം എന്താ അറിയോ, ഇതുവരെ ഇങ്ങനെ നിയമമില്ലായിരുന്നു. ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇതുവരെ ഏതൊരു എക്സാം ഹാളിലാണോ കോപ്പി പിടിക്കുന്നത്, ആ എക്സാം ഹാളിലുള്ള ഇൻവിജിലേറ്റർ ആരാണോ അദ്ദേഹവും തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതോ കോപ്പി പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്ന ആളും ആ കുട്ടിയും തിരുവനന്തപുരം പോയിട്ട് അതാത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിട്ട് വന്നിരുന്നു. ഈ വർഷം അങ്ങനെയില്ല. കോപ്പി പിടിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ടീച്ചർ, ആ ഇൻവിജിലേറ്റർ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ അത് വിദ്യാഭ്യാസ വകുപ്പ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ടീച്ചർ. അതുകൊണ്ട് തന്നെ കോപ്പി കൂടുതൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചൊറയില്ല. മറ്റൊരു ചൊറയായിരുന്നു, ആ ചൊറ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും കോപ്പി കൊണ്ട് പോകരുത്. അത് വലിയ പ്രയാസമായിട്ട് മാറും. നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഹോൾ ടിക്കറ്റ്, പേന, സ്കെയില്, പെൻസില്, ഇനി ജോമെട്രി ബോക്സ് വേണ്ടതാണെങ്കിൽ അത്, സയൻസ് കാരങ്ങൾ പ്രത്യേകിച്ചും ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നേരത്തെ ഇറങ്ങുക. കറക്റ്റ് ആയിട്ടാണ് എത്താൻ കണ്ടിട്ട് ആരും പോകരുത്. കുറച്ച് നേരത്തെ ഇറങ്ങി കോമ്പൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരും കോപ്പികൾ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ എക്സാം ഹാളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താവണം, ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന പണി എന്തായിരിക്കും അറിയോ, വൺ വേർഡുകൾ അങ്ങോട്ട് എഴുതി വെക്കും. ഒരിക്കലും അത് ചെയ്യരുത്. ഈ വൺ വേർഡ് നമുക്ക് അറിയോ, നമുക്ക് പല അറിയുമെങ്കിലും ഒക്കെ, നമ്മൾക്ക് അറിയുന്ന വൺ വേർഡുകളാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും എനിക്കിത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. നമുക്ക് ഉറപ്പില്ല. നമുക്ക് ചിലപ്പോ വൺ വേർഡ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എവിടുന്നേലൊക്കെ കയ്യും കാലും താളം കിട്ടി, ഇല്ലെങ്കിൽ എക്കച്ചക്കയായിട്ടൊക്കെ എഴുതി വെക്കുന്നതായിരിക്കും. ഒരിക്കലും അങ്ങനെ എഴുതി വെക്കരുത്. നമ്മുടെ ഫസ്റ്റത്തെ ഒരു 4 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ എഴുതുക. പലപ്പോഴും എസ് എ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് വളരെ ഭംഗിയായിട്ട് എഴുതുക. കാരണം ഈ 4 ക്വസ്റ്റ്യൻ ആൻസറിലൂടെയാണ് നമ്മളെ എക്സാം പേപ്പർ നോക്കുന്ന അധ്യാപകൻ നമ്മളെ വിലയിരുത്തുക. എത്രത്തോളം ഈ കുട്ടിയിൽ നോളജ് ഉണ്ട്, ഈ കുട്ടി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഈ 4 ആൻസറുകൾ
ആസ്പദമാക്കിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും 4 ആൻസർ, ഫസ്റ്റത്തെ 4 ആൻസറുകൾ വളരെ ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് എസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വൺ വേർഡുകൾക്ക് പൂർണ്ണമായിട്ട് അറിയുമെങ്കിൽ എഴുതി വെച്ചോളൂ, കുഴപ്പമില്ല. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം, മാപ്പുകളൊക്കെ വരുമ്പോൾ മാപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എവിടെയാണ് കെട്ടേണ്ടതെന്നുള്ളത്. അത് കൃത്യമായിട്ട് നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്പർ, നമ്മുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എഴുതണം. ഒരു മിസ്റ്റേക്കും അതിൽ വരുത്താൻ പാടില്ല. എന്താണോ ഇൻവിജിലേറ്റർ പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് നിങ്ങൾക്ക് വരുന്ന ടീച്ചർ പറഞ്ഞു തരും എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ടീച്ചർ എന്തെങ്കിലും പറയോ എന്നൊന്നും വിചാരിച്ചാരും നിൽക്കണ്ട. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചറോട് ചോദിക്കാം. ചോദിച്ച് മനസ്സിലാക്കി മാത്രം എഴുതുക. അത് പിന്നീട് ആ മെയിൻ ഷീറ്റ് മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാം. വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെയും നോക്കുക. രജിസ്റ്റർ നമ്പറൊക്കെ 2, 3, 4 തവണ നോക്കി എഴുതി പോയാൽ മതി. ഒറ്റയടിക്ക് എഴുതി വിടരുത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ നിർബന്ധമാണ്. നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പല അധ്യാപകരും കുട്ടികളെ ആലോചിച്ചിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെങ്കിൽ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴെ തന്നെയാണ് അടുത്ത ആൻസർ എഴുതിയെങ്കിൽ ചിലപ്പോൾ ഈ സാർ അത് കണ്ടിട്ടില്ലെങ്കിലോ, ആ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു. ഇപ്പം നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി, 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ തൊട്ട് വരയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ 15ാമത്തെ ക്വസ്റ്റ്യന്റെ നമ്പർ ഇട്ടിട്ടില്ല. അപ്പൊ ചിലപ്പോൾ ആ സാർ അത് കാഴ്ചയിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യന് മാർക്ക് കിട്ടൂല. നമ്മൾ എത്ര എഴുതിയിട്ട് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ ഷീറ്റ് മേടിച്ച് എഴുതി തുടങ്ങുമ്പം പരമാവധി ഒരു പാരഗ്രാഫ് വെച്ച് തുടങ്ങാൻ വേണ്ടി പരമാവധി നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാപ്പ് വെക്കേണ്ടത്, ഹിസ്റ്ററിയിലൊക്കെ മാപ്പ് ഉണ്ടായിരിക്കും, അത് എവിടെയാണ് വെക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അവിടെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ ശ്രമം ഉണ്ടാവണം. പരീക്ഷാ ഹാളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ടീച്ചറോട് അപമര്യാദയായിട്ട് പെരുമാറാൻ പാടില്ല. എങ്ങനെ, നമ്മൾ വേറൊരാളെ പേപ്പറിലേക്ക് ഇങ്ങനെ എത്തി നോക്കുക, ബാക്കിലോട്ട് ഇങ്ങനെ ബാക്ക് തിരിഞ്ഞു നോക്കുക, അതൊക്കെ അവിടെ വന്ന് നിൽക്കുന്ന ടീച്ചറോട് കാണുന്ന ഏറ്റവും വലിയ അപമര്യാദയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. മാതാവ് പിതാവിനെയും, പിതാവ് ഗുരുവിനെയും, ഗുരു ദൈവത്തെയും കാണിച്ചിരുന്നാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് അറിവെന്ന് പറയുന്ന ആ ഒരു വലിയ വെളിച്ചം. അത് ഗുരുത്വത്തിന്റെ ഭാഗം കൂടിയാണ്. നമ്മൾ മുന്നിൽ നിൽക്കുന്ന ടീച്ചറൊക്കെ വെറുപ്പിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ അതൊന്നും ഉപകാരപ്പെടൂല. നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം ഹാളിലേക്ക് ചെല്ലണം. ഇത് ഇന്നിവിടെ പറയാനുള്ള കാരണം, നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആരും ദയവ് ചെയ്ത് എക്സാമിനോ ഇല്ലെങ്കിൽ ഇൻവിജിലേറ്റർ നിങ്ങൾ പിടിക്കുന്ന രീതിയിലോ ഉള്ള ഒരു പരിപാടികളും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഹോൾ ടിക്കറ്റിന്റെ പുറത്ത് എഴുതി വെക്കാം, അതുപോലെ തന്നെ കൈമടക്കിൽ എഴുതി വെക്കാം, ഇതാ ഈ നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ താഴെ ഭാഗത്ത് എഴുതി വെക്കാം, ചെരുപ്പിൽ എഴുതി വെക്കുക, ഷൂവിൽ എഴുതി വെക്കുക. സിനിമയിൽ അങ്ങനെ പലതും കാണും. മുന്നിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഇങ്ങോട്ട് കെട്ടിയിറക്കപ്പെട്ട ആളല്ല. ടീച്ചർ ആണെങ്കിലും ഇനി അധ്യാപകനാണെങ്കിലും അധ്യാപികയാണെങ്കിലും അവര് 10ാം ക്ലാസ് കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ്, BEd കഴിഞ്ഞ്, സെറ്റോ നെറ്റോ ക്വാളിഫൈഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് മാത്രമല്ല ഹയർ സെക്കൻഡറി ആവുമ്പോൾ അത്യാവശ്യം നല്ലോണം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. എത്രയോ വിദ്യാർത്ഥികൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് കാണിച്ചാലും കാണും. സിനിമയിലെ പോലെ ഒരു സിനിമാ കഥയായിട്ട് എൻ്റെ എക്സാം അങ്ങോട്ട് കോപ്പി അടിച്ച് കളയാമെന്ന് ആരും വിചാരിക്കണ്ട. അത് നടക്കൂല. പിന്നെ ആരെങ്കിലും കണ്ണടച്ച് അവർ ഔദാര്യത്തിൽ എഴുതാൻ പറ്റിയാലായി. അതൊക്കെ വളരെ മൈന്യൂട്ട് പോയിന്റ് ആണ്. അതൊന്നും ഒരിക്കലും നടന്നോളണമെന്നില്ല. അതുകൊണ്ട് ആരും അതിന് നിൽക്കരുത്, കോപ്പി അടിക്കാൻ ആരും നിൽക്കരുത് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെ ആരും തന്നെ ഇൻവിജിലേറ്ററെ കഷ്ടത്തിലാക്കരുത്, അവരാരും പ്രയാസപ്പെടുത്തരുത്. അവരൊക്കെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. അവർക്കും നമ്മളൊക്കെ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ്. അവർക്കും ഉണ്ട് മക്കൾ, അവർക്കും ഉണ്ട് ഭാര്യ, അവർക്കും ഉണ്ട് ഭർത്താവ്, അവർക്കും ഉണ്ട് അമ്മ, അവർക്കും ഉണ്ട് അച്ഛൻ. അത് മനസ്സിലാക്കണം. അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ്. അവർക്ക് അലോട്ട് ചെയ്ത ഡ്യൂട്ടി അവർ ചെയ്യുകയാണെന്നുള്ളൂ. നമ്മളാരും അവരെ കഷ്ടപ്പെടുത്താനോ അവരെ ഇടങ്ങാറാക്കാനോ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല. എക്സാം ഹാളിലേക്ക് കയറുന്ന സമയത്ത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് എക്സാം എഴുതാം. ഇംഗ്ലീഷൊക്കെ എഴുതുമ്പം പരമാവധി
നമുക്ക് അറിയുന്ന ഭാഗം ഫസ്റ്റ് എഴുതിയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ പരമാവധി കുറച്ച് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തണം. ഇനി സ്റ്റാറ്റിക്സ് ഒക്കെ വരുമ്പോൾ, എക്കണോമിക്സ് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എക്കണോമിക്സ് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല, എക്കണോമിക്സുമായിട്ട് എനിക്ക് ഐഡിയ ഇല്ലാതെ മനസ്സിലാക്കരുത്. എക്കണോമിക്സ് ഒക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഫസ്റ്റ് തന്നെ പോയിട്ട് സ്റ്റാർട്ട് അങ്ങോട്ട് ചെയ്തു വെക്കരുത്. പ്ലസ് വണ്ണുകാർ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തിയറിയുടെ ഒരു ഭാഗമുണ്ട്, അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നീട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം സ്റ്റാർട്ട് ഒരുപാട് ചെയ്ത് കഴിയുമ്പം ലാസ്റ്റ് ഇതിന് കിട്ടുന്ന ആ പോയിന്റ് അഥവാ ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, അത് തെറ്റാണെങ്കിൽ ചിലപ്പോൾ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മാർക്കേ കിട്ടാതിരിക്കും. അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഫസ്റ്റ് തിയറി ഭാഗമല്ലേ, പോവർട്ടി, പുത്തൻ സാമ്പത്തിക നയങ്ങൾ, അങ്ങനെ ഒരുപാട് കാലം പഠിപ്പിച്ചിട്ടില്ലേ എക്കണോമിക്സ് ഫസ്റ്റ് ഇയറിൽ, അതൊക്കെ ഫസ്റ്റ് നിങ്ങൾ എഴുതണം. അതിനുശേഷം സ്റ്റാറ്റിയിലേക്ക് പോകുക. പ്ലസ് ടുക്കാരോട് പറയാനുള്ളത്, പരമാവധി ഗ്രാഫുകൾ ഏതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഒരുപാട് ഗ്രാഫുകളുണ്ട്. കൊമേഴ്സുകാരെ സംബന്ധിച്ച് ഗ്രാഫ് ഒരു പ്രശ്നമല്ല, എന്നാൽ അത് ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ച് ഗ്രാഫ് ഒരു പ്രശ്നമാണ്. പ്ലസ് വണ്ണിൽ എക്കണോമിക്സിൽ 100ൽ 100 മേടിച്ചവരും പ്ലസ് ടുവിൽ എത്തുമ്പോൾ ഫെയിൽ ആവാറുണ്ട് ഈ ഗ്രാഫിന്റെ കാരണം. ഗ്രാഫ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഗ്രാഫാണ്, കോൺവെക്സ്, കോൺകേവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ആ ഗ്രാഫുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് പോവാം. അതുപോലെ തന്നെ ഹിസ്റ്ററി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങൾ പ്ലസ് വണ്ണിന് വേൾഡ് മാപ്പും പ്ലസ് ടുവിന് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ആയിരിക്കും തരുന്നത്. നമ്മ എവിടെയാണ് നമ്മുടെ പൊസിഷൻ ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന് മാപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രത്യേക ലാൻഡ് മാർക്ക് റെഡിയാക്കി വെക്കണം. എന്താണ് ലാൻഡ് മാർക്ക്? നമ്മുടെ വേൾഡ് മാപ്പ് ആണെങ്കിൽ നമ്മൾ ഇന്ത്യയാണ് നമുക്ക് ലാൻഡ് മാർക്കൊക്കെ ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ രാജ്യമല്ലേ ഇന്ത്യ, നമുക്ക് ഇന്ത്യ എവിടെയാണെന്ന് അറിയാൻ പറ്റും. ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്, എടാ ഞാനിവിടെ എത്തിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ, എവിടെയാടാ നീ നിൽക്കണേന്ന് നമ്മൾ ഫ്രണ്ട് ചോദിക്കണമെങ്കിൽ, ഞാൻ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുണ്ട്, ഞാൻ സ്കൂളിന്റെ അടുത്തുണ്ടെന്നൊക്കെ പറയില്ല നമ്മൾ. ഇല്ലെങ്കിൽ എൻ്റെ വീട് സ്കൂളിന്റെ അടുത്താണ്, പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണെന്നൊക്കെ പറയില്ലേ നമ്മൾ. അത് തന്നെയാണ് ലാൻഡ് മാർക്ക്. അത് അവിടെ പോസ്റ്റ് ഓഫീസാണ് ലാൻഡ് മാർക്ക്. നമ്മൾ ഒരു വേൾഡ് മാപ്പ് എടുക്കുമ്പോൾ അവിടെ നമ്മുടെ ലാൻഡ് മാർക്കൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഇന്ത്യയാണ്. ഇന്ത്യയെ വെച്ചിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ അമേരിക്ക, ഇങ്ങനെ പല സ്ഥലങ്ങൾ നമുക്ക് പ്ലസ് വണ്ണിൽ നോക്കാനുണ്ടായിരിക്കും. ഇറാൻ, ഇറാഖ്, ഈജിപ്ത് ഒക്കെ നോക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയെ വെച്ചിട്ട് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്, ഏത് സിറ്റുവേഷൻ നിൽക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി അത് പ്ലസ് ടുവിൽ ഇന്ത്യയുടെ മാപ്പാണെങ്കിൽ ലാൻഡ് മാർക്കൊക്കെ ഏറ്റവും നല്ലത് ഒന്ന് കേരളം തന്നെ. നമ്മുടെ നാടാണല്ലോ കേരളം, നമ്മുടെ സംസ്ഥാനമാണല്ലോ കേരളം. ഒന്ന് കേരളം തന്നെ, മറ്റൊന്ന് ഗുജറാത്ത്. ഗുജറാത്ത് ആ ഭാഗത്തായിട്ട് ചെറിയൊരു കുനിപ്പിൽ നിൽക്കല്ലേ, നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. വേറൊന്ന് ജമ്മു കാശ്മീർ, ഏറ്റവും മേളിലാണല്ലോ. മറ്റൊന്ന് ഹരിയാന, ആ ഡൽഹിയുടെ ഒക്കെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ, ജമ്മു കാശ്മീരിന്റെ ഒക്കെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ ഹരിയാന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാൻഡ് മാർക്ക് ആക്കാൻ നല്ലത് നേപ്പാളാണ്. നേപ്പാള് ഇന്ത്യയിൽ നിന്ന് ഒരു കേക്കോ കട്ട് ചെയ്ത പോലെ ഇങ്ങനെ വെച്ചിരിക്കല്ലേ, കട്ട് ചെയ്ത് പോയ പോലെ. അപ്പോ നമ്മൾ നേപ്പാളിന്റെയും ഗുജറാത്തിന്റെയും ഹരിയാനന്റെയും ജമ്മു കാശ്മീരിന്റെയും ഇടയിലാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള കൂടുതൽ സ്ഥലങ്ങളും പ്ലസ് ടുവിൽ വരിക. പ്ലസ് ടുവില് മാപ്പ് മാർക്ക് മേടിക്കാൻ വളരെ സിമ്പിൾ ആണ്. അത് ഉപയോഗപ്പെടുത്തണം ഈ സമയത്ത് അറിയിക്കുകയാണ്. മാച്ച് ദ ഫോളോവിങ്. പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? 3 കളി ഉണ്ടെങ്കിൽ 3 മാച്ച് ആവാൻ വേണ്ടി ശ്രമിക്കണം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആ. ഫസ്റ്റത്തെ ആ ഒരു 15 മിനിറ്റ് ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കണം. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിൽ പോലും പല കുട്ടികളും പ്ലസ് ടുവിൽ 8ാമത്തെ ചോദ്യത്തിനാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് കാലക്രമത്തിൽ എഴുതാനായിരുന്നു. അത് പലരും കാലക്രമത്തിൽ എഴുതിയതിന് പകരം അത് വൺ വേർഡ് ആണെന്ന് എഴുതി അതിൽ 1 എഴുതി വെച്ചിട്ടുണ്ട്. കാലക്രമമാണ് എഴുതാൻ വിചാരിച്ചെന്ന് വെച്ചിട്ട് വെറും വർഷങ്ങൾ മാത്രം എഴുതി വെച്ചവരുണ്ട്. ഒന്നുമില്ല. അതിൽ നിന്ന് ഫസ്റ്റ് നടന്ന സംഭവം ഏതാണ്, സെക്കൻഡ് നടന്ന ഏതാണ്, അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചെയ്താണെന്ന് നീ കാണിച്ചു വെച്ചോക്കെ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കായിട്ടാണ്. ഫസ്റ്റത്തെ 15 മിനിറ്റ് ഉപയോഗപ്പെടുത്തായിട്ടാണ്. ഫസ്റ്റത്തെ 15 മിനിറ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നിങ്ങൾ നടത്തണം എന്ന് കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. പരമാവധി പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് എഴുതി കഴിഞ്ഞ ഒരുപാട് സമയങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന മറ്റൊരു കാര്യം എന്താ അറിയോ? ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആവും പ്ലസ് 1 പ്ലസ് 2 ഇപ്പൊ 8 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി അല്ലെ. 3 മാർക്കിൽ 3 എഴുതുക, 4 മാർക്കിൽ 4 എഴുതുക, അല്ലെങ്കിൽ 2 എഴുതുക എന്നൊക്കെ പറഞ്ഞല്ലേ വരിക. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ 4 മാർക്കിന്റെ മുഴുവൻ എഴുതുക, 8 മാർക്കിന്റെ മുഴുവൻ എഴുതുക.
സമയം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അലേർട്ട് ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എഴുതി വെക്കുക. പിന്നെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ 8 മാർക്കിൽ നമുക്ക് ഒന്ന് എഴുതാനുണ്ടാവും അല്ലെ, ലാസ്റ്റ് വൺ, അത് ലാസ്റ്റ് എഴുതി വെക്കാം. 3 മാർക്കിന്റെ 2 ചിലപ്പോൾ എഴുതാണ്ടാവും, നമുക്ക് അത് എഴുതി വെക്കാം. 4 മാർക്കിന്റെ 1-2 എഴുതാണ്ടാവും, അതും കൂടി എഴുതി വെക്കാം. എന്തറിയോ, നമുക്ക് മാർക്ക് തരാൻ സാധ്യതയുണ്ടെങ്കിൽ, നമുക്ക് മാർക്ക് തരാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ അധ്യാപകർ അത് തരും. ഒരു കുട്ടിയുടെയും ഒരു മാർക്കും നമ്മുടെ കേരളത്തിൽ ഒരു അധ്യാപകരും പിടിച്ചു വെക്കാറില്ല. പരമാവധി കുട്ടികൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ നമ്മുടെ പേപ്പറിൽ പരമാവധി ചെയ്തു വെക്കണം. എന്തെങ്കിലും കാണിച്ചു കൂട്ടല്ല, കൃത്യമായിട്ട് ആൻസർ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കാം. അഥവാ നമുക്ക് പാസ് മാർക്കിലേക്ക് എത്താൻ ഇനിയും കുറച്ചുകൂടെ മാർക്ക് വേണം, അല്ലെങ്കിൽ A+ലേക്ക് എത്താൻ ഇനിയും കുറച്ചുകൂടെ മാർക്ക് വേണം, അല്ലെങ്കിൽ സിയിലാണെങ്കിൽ, അല്ലെങ്കിൽ C+ലേക്കാണെങ്കിൽ, C+ നിൽക്കുകയാണെങ്കിൽ Bയിലേക്ക് എത്താൻ ഇനിയും കുറച്ചുകൂടെ മാർക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു അധ്യാപകൻ 2-3 മാർക്ക് നമുക്ക് അതിന് തന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ ബെനിഫിറ്റ് അല്ല, നമ്മുടെ ശതമാനം കൂട്ടാൻ ഉപയോഗിക്കും. നമ്മൾ തോൽവിയിൽ നിൽക്കുകയാണെങ്കിൽ ജയിക്കാൻ ഉപകാരപ്പെടും. അതുകൊണ്ട് അങ്ങനെ കൂടെ ശ്രമിക്കണം എന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. പരമാവധി എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻ അറിയുന്നത് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനിയും എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ, ഭംഗിയായിട്ട് എല്ലാവരും എക്സാം എഴുതാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.